ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഓഗസ്റ്റ് 6-9 ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട ബേസിക്കായ കാര്യങ്ങൾ, അതായത് അണുബോംബിൻ്റെ പേര്, നടന്ന സ്ഥലങ്ങളുടെ പേര്, അതുമായി ബന്ധപ്പെട്ട ബേസിക്കായ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ ആ വീഡിയോ പോയി കാണുക. ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ചാനലായ ഫാക്ട് ടോക്സ് മലയാളം എന്ന് പറയുന്ന ചാനലിലാണ്. അപ്പോൾ ആ ചാനൽ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട വീഡിയോ കൂടി ചെക്കൗട്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഈ വീഡിയോയിൽ കുറച്ചുകൂടി ടഫായിട്ടുള്ള ബേസിക് അല്ലാത്ത കാര്യങ്ങൾ നോക്കാം. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം ഏതാണ്? ഉത്തരം അറിയുന്നവർ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഉത്തരം കമന്റ് ചെയ്യാവുന്നതാണ്. ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധമാണ് സെക്കൻഡ് വേൾഡ് വാർ അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യം: ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം ഏതാണ്? ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം. ശ്രദ്ധിക്കുക, അണുബോംബ് പ്രയോഗിച്ച രാജ്യത്തെ പറ്റിയല്ല ചോദിച്ചിരിക്കുന്നത്, അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യമാണ്. അതിൻ്റെ ഉത്തരം ജപ്പാനാണ്. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അമേരിക്കയാണ്. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം: രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏതാണ്? ഉത്തരം UNO അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ. UNOയുടെ ഫുൾ ഫോം കൂടി ഓർത്തിരിക്കുക. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്നാണ് UNOയുടെ ഫുൾ ഫോം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഈ ഒരു ഓർഗനൈസേഷൻ്റെ പേര് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്നാണ്. മലയാളത്തിൽ എന്താണ് പറയുന്നത്? ഐക്യരാഷ്ട്ര സംഘടന. വീഡിയോയിലെ നാലാമത്തെ ചോദ്യം: ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ആദ്യമായി അണുബോംബ് അമേരിക്ക വിക്ഷേപിക്കുന്നത്. വിശാലമായ ദ്വീപ് എന്നാണ് ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം. ഉത്തരം വിശാലമായ ദ്വീപ്. അടുത്ത ചോദ്യം: ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഹൈഡ്രജൻ ബോംബ്? ഉത്തരം എഡ്വേർഡ് ടെല്ലർ. എഡ്വേർഡ് ടെല്ലർ എന്ന വ്യക്തിയാണ് ഫാദർ ഓഫ് ഹൈഡ്രജൻ ബോംബ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വീഡിയോയിലെ ആറാമത്തെ ചോദ്യം: ലോകത്ത് ആദ്യമായി യുദ്ധത്തിന് ഉപയോഗിച്ച അണുബോംബിന്റെ പേരെന്താണ്? ഉത്തരം സിമ്പിളാണ്. ഹിരോഷിമയിലാണ് ആദ്യമായി ഒരു ലോകത്തിൽ അണുബോംബ് ഉപയോഗിക്കുന്നത്. 1945 അണുബോംബിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, ലിറ്റിൽ ബോയ്. ഈ ഒരു ചോദ്യം ഇത്തരത്തിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ കൂടി പ്രിപ്പയർ ചെയ്യുക. ലോകത്തിലെ ഏഴാമത്തെ ചോദ്യം: രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരാണ്? കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരം ഹിരാഹിറ്റോ എന്നാണ്. അതായത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനിലെ ഭരണാധികാരിയുടെ പേരാണ് ഹിരാഹിറ്റോ. വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ അറ്റോമിക് ബോംബ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ അറ്റോമിക് ബോംബ് എന്നറിയപ്പെടുന്നത് രാജാ രാമണ്ണയാണ്. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം രാജാ രാമണ്ണ. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഇന്ത്യൻ അറ്റോമിക് പവർ? ഉത്തരം ഹോമി ജെ ബാബ. ഒൻപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഹോമി ജെ ബാബ. അപ്പോൾ രണ്ടും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാ രാമണ്ണയാണ്. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ബാബ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക.
വീഡിയോയിലെ 10ാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആരാണ് ആ പെൺകുട്ടി? ആ കൃതിയുടെ പേരെന്താണ്? രണ്ടും പറയുക. ആദ്യം തന്നെ ആ പെൺകുട്ടിയുടെ പേര് നോക്കാം. ആൻ ഫ്രാങ്ക് എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര്. 1947 ഈ പെൺകുട്ടിയുടെ ഡയറി കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നത്. കൃതിയുടെ പേരെന്താണ്? ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. വർഷം മറക്കരുത്, 1947. 11ാമത്തെ ചോദ്യം, പുറത്തു പോകൂ ശപിക്കപ്പെട്ടവനെ, ഗെറ്റ് ഔട്ട് യു ഡാംഡ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം സദാം ഹുസൈൻ. അതായത് പുറത്തു പോകൂ ശപിക്കപ്പെട്ടവനെ അല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് യു ഡാംഡ് എന്ന കൃതിയുടെ രചയിതാവിൻ്റെ പേരാണ് സദാം ഹുസൈൻ. വീഡിയോയിലെ 12ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. അതായത് 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം ബുദ്ധൻ ചിരിക്കുന്നു എന്നാണ്. ആ പേര് നൽകിയ ആളാണ് ഇന്ദിരാഗാന്ധി. ഈ ഒരു ചോദ്യത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി പഠിക്കുക. 1974 മെയ് 18 ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതി നടക്കുന്നത്. ഡേറ്റ് ഓർത്തിരിക്കുക, 1974 മെയ് 18. വീഡിയോയിലെ 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണം നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം രാജസ്ഥാനിലെ പൊക്രാൻ. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പരീക്ഷണം നടന്ന സ്ഥലമാണ് രാജസ്ഥാനിലെ പൊക്രാൻ. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏതാണ്? വേൾഡ് വാർ II ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1939. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം 1939. വീഡിയോയിലെ 15ാമത്തെ ചോദ്യം, ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏതാണ്? ആ പുഷ്പത്തിന്റെ പേരെന്താണ്? ഉത്തരം ഒലിയാണ്ടർ പുഷ്പം അല്ലെങ്കിൽ ഒലിയാണ്ടർ ഫ്ലവർ. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പൂവാണ്, പ്രത്യേകതയുള്ള പൂവാണ്. ഉത്തരം ഒലിയാണ്ടർ ഫ്ലവർ. പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിക്കുക. വീഡിയോയിലെ അടുത്ത ചോദ്യം, ആദ്യത്തെ ആറ്റം ബോംബിന്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിന്റെ പ്രതീകമായി പണിത മ്യൂസിയം ഏതാണ്? ഉത്തരം ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. മ്യൂസിയത്തിന്റെ പേര് മറക്കരുത്, ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. നമുക്ക് വീഡിയോയിലെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ഉത്തരം ക്യൂഷു ദ്വീപുകൾ. അതായത് നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഉള്ള ദ്വീപിന്റെ പേരാണ് ക്യൂഷു ദ്വീപുകൾ. പ്രധാനപ്പെട്ടതാണ്. ഉത്തരം ക്യൂഷു ദ്വീപുകൾ. അടുത്ത ചോദ്യം, ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ഉത്തരം ഹോൻഷു ദ്വീപുകൾ. അതായത് ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപിന്റെ പേരാണ് ഹോൻഷു ദ്വീപുകൾ. വീഡിയോയിലെ 19ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം പ്രൊഫസർ എസ് ശിവദാസ്. മറക്കരുത്, 19ാമത്തെ ചോദ്യത്തിന്റെ പേര് പ്രൊഫസർ എസ് ശിവദാസ് എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലെ 20ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അണുബോംബ് ആക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജാപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേരെന്താണ്? ഉത്തരം ഹിബാകുഷ എന്നാണ്. അതായത് അറ്റോമിക് ബോംബിന്റെ ആക്രമണത്തിന് ഇരയായിട്ടും അത് സർവൈവ് ചെയ്ത് ജീവിക്കുന്നവരെ ജപ്പാൻ ഭാഷയിൽ വിളിക്കുന്ന പേരാണ് ഹിബാകുഷ.
നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഈ ഒരു വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം ഏതാണ്? വളരെ സിമ്പിളായ ചോദ്യമാണ്. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ഫാക്ട് ടോക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലാണ് ഉള്ളത്. അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി കാണുക. ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ്, ബേസിക് ആയ ചോദ്യങ്ങൾ അതിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 വീഡിയോയിലെ ചോദ്യങ്ങളും പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അവസാനം വരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.